ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ യഥാർത്ഥ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം മാഡം എന്നെ ജയസുധ എന്ന് വിളിക്കൂ. എനിക്ക് 30 വയസ്സ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി. ഹസ്ബൻഡിന് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയുണ്ട്. എൻ്റെ മകന് 5 വയസ്സായി. ഫാമിലി സന്തോഷകരമായി പോവുകയായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. അമ്മായച്ചൻ ഇത്തിരി പ്രായം കൂടിയ ആളാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയറായിട്ട് കുറച്ചു കാലമായി. അമ്മായിമ്മ അദ്ദേഹത്തെക്കാൾ 10 വയസ്സിന് ഇളയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുക്കവും കുണുക്കവും മിനുക്കവും ഒക്കെ ഇത്തിരി കൂടുതലാണ്. കൊച്ചു പിള്ളേരുടെ കൂട്ട് കൊഞ്ചിക്കൊഴിഞ്ഞാണ് സംസാരം. ആദ്യമേ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവർ പ്രായമായെന്നോ ഇത്രയും വലിയ മക്കളുടെ അമ്മയാണെന്നോ ഒന്നും ഭാവിക്കാതെ ഇളകിത്തുള്ളി നടക്കുന്നുവെന്ന് പൊതുവൊരു സംസാരമുണ്ട്. ഞാൻ അതിന് കാതു കൊടുക്കാറില്ല. അവരെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം പ്രശ്നത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മായിമ്മയും ഞാനും തമ്മിൽ അത്യാവശ്യം ബൈബിൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ അമ്മായിച്ചന് ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. മരുന്നൊക്കെ കഴിച്ച് അദ്ദേഹം വേറൊരു മുറിയിലാണ്. കുഴമ്പിൻ്റെയും എണ്ണയുടെയൊക്കെ മണമായതുകൊണ്ട് അമ്മയ്ക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് മാറിയാണ് താമസിക്കുന്നത്. അത് നല്ലതല്ലെന്നും ഭർത്താവിനെ ശുശ്രൂഷിക്കണമെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേടിയാണ്. കിടന്ന് അലയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ എല്ലാം ചെയ്തെങ്കിൽ പിന്നെ അത് മതിയില്ലെന്നോർത്ത് ഞാൻ മിണ്ടാറില്ല. ഭർത്താവിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അമ്മായച്ചൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മിക്കവാറും അമ്മയാണ് പോകുന്നത്. അദ്ദേഹം പോകേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പുള്ളി വീടിന് പുറത്തിറങ്ങൂ. അങ്ങനൊരു സ്വഭാവമാണ്. അവർ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ പരിഗണന വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിലും അമ്മായച്ചന് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോയി അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ മുൻകൈ എടുത്ത് നടത്തി കൊടുക്കാറുണ്ട്. എൻ്റെ അച്ഛനെ പോലെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മായച്ചൻ എന്നോട് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങളൊന്നും ഒരിക്കലും രണ്ടുപേരും എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇനി എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എക്സ് സർവീസാണ്. അമ്മ വീട്ടമ്മയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അമ്മ അച്ഛനോട് പ്രത്യേകിച്ച് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാറില്ല. അച്ഛനും അതുപോലെ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് വിലങ്ങുതടിയാകാറില്ല. അത്യാവശ്യം കളിയും ചിരിയൊക്കെയുള്ള സാധാരണ കുടുംബമാണ്. എൻ്റെ അച്ഛൻ കാറിൽ ആഴ്ചയിൽ 2-3 ദിവസം എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. എന്നെ കാണുക എന്നുള്ളതല്ല, മെയിൻ ലക്ഷ്യം കൊച്ചുമകനെ കാണുക എന്നുള്ളതാണ്. അവനെ ഭയങ്കര കാര്യമാണ്. വൈകുന്നേരമായിരിക്കും വരിക. എന്നിട്ട് പല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ അമ്മായിയപ്പന്മാർ 2 പേരും കൂടി കുറച്ചു നേരം സംസാരിക്കും. എൻ്റെ അമ്മായിയമ്മ പുള്ളിക്കാരൻ വരുമ്പോഴേക്കും ഓടി നടന്ന് ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കും. പിന്നീട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ചിലപ്പോൾ അമ്മായിയമ്മ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ടൗണിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നത്. തിരിച്ചു കൊണ്ട് വിടുകയും ചെയ്യും. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കത്തിന് കാരണം എൻ്റെ കുഞ്ഞമ്മയാണ്, അമ്മയുടെ അനിയത്തി. അവർ ടൗണിൽ വെച്ച് ഏതോ സൂപ്പർ മാർക്കറ്റിലോ മാളിൽ വെച്ച് അച്ഛനെയും എൻ്റെ അമ്മായിയമ്മയും കണ്ടു. അമ്മായിയമ്മയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയതാണ്. എൻ്റെ അച്ഛൻ വൈകിട്ട് കൊണ്ടുവിടണമല്ലോ. അപ്പോൾ അവർ 2 പേരും കൂടെ നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുമ്മ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, ചേച്ചിക്ക് നാണമില്ലേ ഭർത്താവിനെ ഇങ്ങനെ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട്? എടുപ്പും നടപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരാണെന്ന് തോന്നുമല്ലോ. അതുമാത്രമല്ല, അവൾ മേടിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ചേട്ടനാണല്ലോ പൈസ എടുത്ത് കൊടുക്കുന്നത്. ഞാൻ കണ്ടല്ലോ, ഞാൻ ഒളിഞ്ഞു നോക്കി എന്നൊക്കെ കുഞ്ഞും വന്ന് പറഞ്ഞു. അയ്യോടി, നീ ഇപ്പോഴാണോ കാണുന്നത്? വർഷങ്ങളായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ചേട്ടൻ അവിടെ പോയി കഴിയുമ്പോഴേക്കും അവർ കാറിൽ കയറും. അവർ 2 കൂടെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് അവരെ കൊണ്ടുപോയിട്ടിട്ടാണ് ചേട്ടൻ തിരിച്ചു വരുന്നത്. ആഹാ, അപ്പം ചേച്ചിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ? എനിക്കറിയില്ലല്ലോ. വർഷങ്ങളായിട്ട് നീ എന്താണ് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത്? അത് എൻ്റെ മോടെ അമ്മായിമ്മയല്ലേ? അവർ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി പോലെയല്ലേ ഉള്ളൂ. സഹോദരി. കൈയും കോർത്ത് പിടിച്ച് കുണുങ്ങി ചിരിച്ച് ഉറക്കെ ആളുകൾ കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണോ സഹോദരി? എനിക്ക് നല്ലൊരു ബന്ധമായിട്ട് തോന്നില്ല. ചേട്ടനും അവരും തമ്മിൽ അരുതാത്ത എന്തോ ഉണ്ടെന്ന് കുഞ്ഞമ്മ പറഞ്ഞു. അമ്മയപ്പോൾ അത് തള്ളിക്കളഞ്ഞു. കുഞ്ഞമ്മ ഉടനെ വിളിച്ച് എന്നോട് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ പോലെ തോന്നി. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടാകുമോ? എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ. കുഞ്ഞമ്മ പറഞ്ഞതിൽ എന്തോ ഒരു കാമ്പും കഴമ്പും ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ തിരിച്ച് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, കുഞ്ഞമ്മ പറയുന്നത് അമ്മ വിശ്വസിക്കാതിരിക്കണ്ട. ഒരു 10% വിശ്വസിക്കണം. എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ്. സ്വന്തം ഭർത്താവിനെ പോലും നോക്കാതെ അണിഞ്ഞൊരുങ്ങി നടക്കുകയാണ്. കുണുക്കവും വിളക്കവും ഇത്തിരി കൂടുതലാണ്. അമ്മയോട് ഇന്ന് വരെ ഞാൻ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ്, എന്തോ ഒരു വശപ്പശക് എനിക്ക്
പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചുമ്മാ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അച്ഛൻ വരുമ്പോൾ എന്നേക്കാൾ ഉത്സാഹം അവർക്ക്. അമ്മേ, ഞാനത് കുറെ കാലമായി ശ്രദ്ധിക്കുന്നു. കുഞ്ഞുമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് അമ്മ നോക്കണം. അമ്മയും അച്ഛനും തമ്മിൽ നല്ല ഒരു ബന്ധമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മയ്ക്കും എന്തോ ഒരു സംശയം തോന്നി. അമ്മ പറഞ്ഞു, എടി ഞാൻ ശ്രദ്ധിക്കാം, നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അങ്ങനെ ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എടി ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ ഞാൻ സംശയിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അയാളുടെ എല്ലാം ഒന്ന് പരിശോധിച്ചു. എല്ലാം എന്ന് പറഞ്ഞാൽ എന്താമേ? നിൻ്റെ അച്ഛൻ്റെ അലമാരിയും അതും ഇതും ഒക്കെ ഞാൻ പരിശോധിച്ചു. മൊബൈൽ ഫോൺ വരെ ഞാൻ എടുത്ത് നോക്കി. എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? കിട്ടിയടി. മൊബൈലിൽ കൂടെ 2 പേരും നല്ല ചാറ്റുണ്ട്. രാത്രിയിലും ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ വിളിച്ചതൊക്കെ ഉണ്ട്. ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നതില്ലേടി വോയിസ് റെക്കോർഡുകളായിട്ടും ഉണ്ട്. അതിൽ അവർ പറഞ്ഞത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ തൊലി ഉരിഞ്ഞു പോകും. എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്. എങ്കിൽ പോലും ഇന്ന് വരെ നിൻ്റെ അച്ഛനോട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ പച്ചയ്ക്കാടി ഓരോന്ന് പറഞ്ഞത്. അമ്മയല്ലേ ഞാൻ, എങ്ങനെയാണ് നിന്നോട് പറയുക? നീ നിൻ്റെ ഭർത്താവും കൂടി അങ്ങനെയൊക്കെ പറയുമോ എന്ന് ദൈവത്തിനറിയാം. എന്തായാലും 1-2 എണ്ണം ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഞാൻ അയച്ചു തരാം, നീ ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയം പടപട ഇടിച്ചു. ദൈവമേ, കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം വരെ തകരും. ഈ തള്ള ഇത് എന്ത് ഭാവിച്ച എന്ന് ഞാൻ ഓർത്തു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മയുടെ മെസ്സേജ് വന്നു. ഞാൻ ആ വോയിസ് റെക്കോർഡുകൾ കേട്ടു. അതിൽ അവർ പറയുകയാണ്, ചേട്ടാ എല്ലാ ദിവസവും എന്തുകൊണ്ട് മോളെയും കൊച്ചുമനെയും കാണാൻ വരുന്നില്ല? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നും കാണാമല്ലോ. പിന്നെ വേറെ കാര്യമില്ലേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയില്ലേ, അപ്പോൾ ഹൈവേ സൈഡിൽ നമ്മൾ കാർ നിർത്തിയിട്ട് അവിടെ കിടന്നില്ലേ? ആ സമയത്തില്ലേ അവിടെ ഒരു ചെക്കൻ ബൈക്കിൽ കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ നമ്മൾ 2 പേരെയും ശ്രദ്ധിച്ചു എന്നൊരു സംശയം. അപ്പോൾ ചേട്ടൻ അവിടെ കുസൃതി കാണിക്കല്ലേ, അവനത് കണ്ടോ എന്നെനിക്കൊരു സംശയം. കഴിഞ്ഞ ദിവസം ആ ചെക്കൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബൈക്ക് കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയിട്ട് പതുക്കെ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇപ്പോൾ ഹൈവേ സൈഡിലാണോ? ചേച്ചി, കിളവന്മാരല്ലാത്തവരും ഇവിടെ ഉണ്ട് കേട്ടോ, ഞങ്ങളെ കൂടെ ശ്രദ്ധിക്കണേ എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അവൻ കണ്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അച്ഛൻ എന്തോ ചോദിച്ചു കാണും. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, അവയുടെ അടുത്തുള്ളതാണ്. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല. ചേട്ടന് പക്ഷേ പേടിയായിരിക്കും, ഭാര്യയും മോളെയൊക്കെ. എനിക്കില്ലേ ഇതൊന്നും പുറത്തറിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ചേട്ടൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനില്ലേ കട്ടയ്ക്ക് നിൽക്കും. നമുക്കിപ്പോൾ ഹൈവേ ആണെങ്കിൽ എന്താ, ഫോറസ്റ്റ് ആണെങ്കിൽ എന്താ, ഈ വീടാണെങ്കിൽ എന്താ, ഒന്നുമില്ല. ചേട്ടനോട് ഞാൻ എത്ര കാലം കൊണ്ട് പറയുന്നു നമുക്ക് എവിടെയും ഒന്ന് പോകാമെന്ന്. എന്നിട്ട് എന്താ വരാത്തത്? ഇത്രയും പേടിത്തൂറിയാകരുത്. ഇങ്ങനെ വയസ്സടി വെച്ചിട്ട് മാത്രമുള്ള കാര്യങ്ങൾ കൊണ്ട് എന്താകാനാ ചേട്ടാ? അപ്പോൾ നാട്ടുകാർ കാണും, പ്രശ്നങ്ങളാകും. ഇനി അതല്ലാതെ നമുക്ക് 2 വഴിക്ക് ഇറങ്ങി ആരും അറിയാതെ കണ്ടുമുട്ടരുതോ? ഞാൻ എപ്പോഴേ പറഞ്ഞതാണ് എനിക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ചേട്ടൻ ട്രിവാൻഡ്രത്ത് വന്ന് പറഞ്ഞങ്ങ് പോകണം. ഞാനിപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പറയാം. പക്ഷേ നമ്മൾ 2 പേരും കൂടി ഇടയ്ക്ക് ശ്രദ്ധിക്കും. അതല്ലേ നല്ലത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വഴിയരികിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും കാണിക്കില്ലെന്ന്. ചില ദിവസങ്ങൾ ചേട്ടന് കുസൃതി അധികമാണ്. ഓർമ്മയുണ്ടോ അന്ന് നടന്നത്? ഇങ്ങനെയൊക്കെ പച്ചയായി പല കാര്യങ്ങളും പറയുന്ന ഒരു സംഭാഷണമാണ്. ഞാൻ തിരിച്ച് അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങയുടെ പുറകെ ഞാൻ നടന്നിട്ടില്ല. ഇങ്ങനെ എനിക്ക് അവിശ്വാസവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നിൻ്റെ അമ്മായിയമ്മ അവർ ഒരു യക്ഷിയാണ്, വടയക്ഷി. ഭർത്താവിനെ വല വീശി പിടിച്ചതാണ്. അവരല്ലെങ്കിലും സ്വന്തം ഭർത്താവിനോട് യാതൊരു കൂറും പുലർത്തുന്നതല്ലല്ലോ, തുള്ളിക്കളിച്ച് നടക്കുകയാണ്. എൻ്റെ ഭർത്താവിനെ മാത്രം അവൾക്ക് കിട്ടിയുള്ളൂ. എടി, ഇത് നീ ചോദിക്കണം. അവരെ ഇങ്ങനെ കയറൊരു വിടരുത്. നീയാണെങ്കിൽ നിൻ്റെ ഭർത്താവിനോടും അവിടെ അമ്മായിപ്പനോടും ഈ കാര്യം പറയണം. ഞാൻ നിൻ്റെ അച്ഛനോട് ചോദിക്കാം. ഒന്ന് ഓർക്കുക, എൻ്റെ ഭർത്താവ് നിൻ്റെ അച്ഛനും കൂടിയാണ്. ഞാൻ പറഞ്ഞമ്മ ഇതൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതവും അമ്മയുടെ ജീവിതവും എല്ലാം തകരട്ടടി. വിശ്വസ്തരല്ലാത്ത ആൾക്കാർ, അവരുടെ കൂടെ ജീവിക്കാൻ ഏത് പ്രായമാണെങ്കിലും 90 വയസ്സാണെങ്കിൽ എനിക്ക് പറ്റില്ല. ഇത്രയും നാളായിട്ട് ഇങ്ങനെക്കുറിച്ച് ഈ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കണ്ണുമടച്ച് ജീവിച്ചു. ഇനി പറ്റില്ല. അമ്മ അപ്പോഴേക്കും ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഉയർന്ന് തുള്ളുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതൊരാളാണെങ്കിലും അങ്ങനെ പ്രതികരിക്കൂ, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും. എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക? ഇതിനേക്കാൾ ഭീകരമായിരിക്കും എന്നോർത്തു. എന്തായാലും ആദ്യം ഭർത്താവിനോട് ഇതൊന്ന് കേൾപ്പിച്ചു കൊടുത്ത് സൂചിപ്പിക്കാം, സംസാരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് രാത്രി ഭർത്താവിനെ ഞാൻ ഇതെല്ലാം കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് കേട്ട് ഞെട്ടുകയും വിയർക്കുകയും ഒക്കെ ചെയ്തു.
ചെയ്തു. എടി, അമ്മ വിടുവാ പറയെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന്. നിങ്ങളുടെ അമ്മയുടെ ശബ്ദം തന്നെയല്ലേ ഇത്? കൊഞ്ചുകയും കുഴയുകയും ചെയ്യുന്നത്. ഞാൻ പോലും നിങ്ങളോട് ഇങ്ങനൊരു ഭാഷയിൽ സംസാരിച്ചിട്ടില്ലോ. അത് ശരിയാ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് ഈച്ച പറ്റി. എത്ര നാൾ കൊണ്ട് കിടന്ന് തുള്ളുകയാണ്. നിങ്ങൾ ഇതുവരെയെങ്കിലും അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയോട് ഞാനെന്ത് പറയാനാണ്? അമ്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ടാക്കാത്തപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല, ഉണ്ടാക്കിയല്ലോ ഇപ്പം. ഇത് പ്രശ്നമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ കയർത്തു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ചോദിക്കാവിടി, നാളെ ആകട്ടെ, പതുക്കെ ചോദിക്കാം. അമ്മ കിടന്ന് അലക്കുകയും വിളിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, എന്തായാലും ഇത് രഹസ്യമായിട്ടെങ്കിലും നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്. അങ്ങനെ ഭർത്താവ് അമ്മയോട് സംസാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട്, സ്വന്തം ഭർത്താവിന് തലയണ മന്ത്രം കൊണ്ട് നീ മയക്കിയെടുത്തിട്ട് എൻ്റെ നേരെ അമ്പ ചെയ്ത് വിട്ടേക്കുന്നോടി. നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു അവകാശവുമില്ല. നീയും നിൻ്റെ കുഞ്ഞും ഇപ്പം ഇറങ്ങിക്കോണെന്ന് പറഞ്ഞു. ഞാൻ മറുപടി പറയാൻ വരുന്നതിന് മുമ്പ് ഭർത്താവ് കയറിയേറ്റു. അമ്മ എന്താ പറഞ്ഞത്? അമ്മയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും വെറുതെ നിന്ന് അവളെ കുറ്റം പറയുന്നു. അമ്മ ഈ കാണിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ എടുത്ത വാക്കി ചോദിക്കുകയാണ്, ഞാൻ കാണിച്ചത് എൻ്റെ ആവശ്യമാണ്. നീ നിൻ്റെ ഭാര്യയും 8:30 മുറിയിൽ കയറി കുശുകുശുപ്പ് തുടങ്ങുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനോടും നല്ല സ്നേഹത്തിലിരിക്കാൻ ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. കഴിവ് കെട്ടൊരുത്തനെ എൻ്റെ വീട്ടുകാർ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. എങ്ങനെയൊക്കെയോ കുട്ടികളുമായി ഞാൻ അവരെയും കൊണ്ട് ഇത്രയും കാലം എങ്ങനെയൊക്കെയോ ജീവിച്ചു. ഇനിയിപ്പം ഞാൻ എന്തിനാ അടങ്ങിയിരിക്കുന്നത്? നീയൊക്കെ നിൻ്റെ പാട് നോക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായി. അപ്പോഴാണ് അമ്മായിച്ച ഇറങ്ങി വന്നത്. മകൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ച പറഞ്ഞു, ഇവള് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവൾക്ക് മെയിൻ പ്രോഗ്രാം തന്നെ ഇതാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഇവളെ പല സ്ഥലത്തു നിന്നും പല രീതിയിലും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മായിമ്മ ചാടി വീണു, അത് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്ന്. അങ്ങനെ വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ബാഗിൽ എന്തൊക്കെയോ കുത്തി നിറച്ച് അമ്മായിമ്മ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ആരും ഒട്ട് തടഞ്ഞതുമില്ല. അവരിപ്പോൾ പോവുകയാണെങ്കിൽ സ്വന്തം അനിയത്തിയുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും, അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിളിച്ചു, എടി അച്ഛനില്ലേ ഇപ്പോൾ ബാഗിൽ കുറേ സാധനങ്ങളുമായിട്ട് ഇവിടുന്ന് കാറുമെടുത്ത് ഇറങ്ങിപ്പോയി. അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നെന്ന് ചോദിച്ചു. ഞാനിപ്പം ഉള്ളതങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എന്നാൽ 2 പേരും കൂടെ എവിടെയെങ്കിലും പോയായിരിക്കുമെന്നും. ഞങ്ങൾക്കെല്ലാവർക്കും വെപ്രാളമായി. രാത്രി മുഴുവൻ അന്വേഷിച്ചു, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഫോൺ വിളിക്കുന്നു, സ്വിച്ച് ഓഫ് ആണ്. പിറ്റേ ദിവസം ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വിളിച്ച് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എടാ, ഞാനും നിൻ്റെ അമ്മയും ഇവിടെയുണ്ട്. ഞങ്ങൾ 2 പേരും ചെന്നൈയിലാണ്. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാണ്. തൽക്കാലം ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നില്ല. ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിൽ ഞങ്ങൾ ജീവിക്കും. ഇനി ഞങ്ങളെ തിരഞ്ഞു വരരുതെന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഞാൻ എൻ്റെ ജീവൻ നോക്കിപ്പോയതാണ്. എൻ്റെ പുറകെ നിങ്ങൾ ആരും വരണ്ടാന്ന്. മറുപടി പറയാൻ സമ്മതിക്കാതെ അവർ കട്ട് ചെയ്യുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ നാട്ടിലും വീട്ടിലും ബന്ധുക്കൾക്കിടയിലും എല്ലാം വിചിത്രമായ സംഭവം അറിഞ്ഞു. വല്ലാത്തൊരു സംഭവമായിരുന്നു അത്. ചോദിക്കാൻ പറഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവ് തെറ്റ് സമ്മതിച്ച് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് അമ്മ വിചാരിച്ചു. പക്ഷേ കലങ്ങി തെളിഞ്ഞില്ല. അതിനു പകരം കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകി അങ്ങ് പോയി. ആ ഒഴുക്കിൽ അമ്മയ്ക്ക് സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. ആരെ ആശ്വസിപ്പിക്കണം? ഭർത്താവിനെയും എന്നെ ആശ്വസിപ്പിക്കാൻ എന്ത് പറയണമെന്നറിയില്ല. ഒരാഴ്ചയോളം അമ്മായിച്ചൻ മൗനവൃത്തിലായിരുന്നു. എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ദുഃഖപുത്രയെ പോലെ ഇരുന്നു. പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോഴേ മനസ്സിലായി, ഡെസ്പാണ്. എന്ത് ചെയ്യാനാണ്? അമ്മായിച്ചന് ഡെസ്പാണ്. ഞങ്ങൾ 2 പേരും അതിൽ ഡെസ്പ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് പടം പോലെയായി വീട്. പിന്നെ മോനുള്ളത് കൊണ്ട് മാത്രം ഒരു കളിയും ചിരിയുണ്ട്. അവന് ഒന്നും അറിയില്ലല്ലോ. അവൻ തിരക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എവിടെ പോയെന്ന്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചേട്ടന് ബന്ധുക്കളും പെങ്ങന്മാരും ഭർത്താക്കന്മാരും ഒക്കെ വരുന്നുണ്ട്. എല്ലാം വലിയൊരു പ്രശ്നമായി. അവരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റുമോ? ചേട്ടന് നോക്കാൻ പറ്റുമോ? വല്ലാത്തൊരു കുഴഞ്ഞു മറിഞ്ഞ സംഭവം തന്നെ. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അമ്മായിപ്പൻ ഞങ്ങളെ 2 പേരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞു, ആ താടക പോങ്കിൽ പോകട്ടെ. ഇതിനു മുമ്പും ഇതുപോലെ 100 കണക്കിന് പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മക്കൾ അറിയാതെ ഞാൻ അതെല്ലാം സോൾവ് ചെയ്തു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അവൾ ഒന്നിൽ അടങ്ങി നിൽക്കുന്നവളല്ല, ഒന്നിൽ ഒതുങ്ങില്ല.
അവൾ ബൂമറാങ് പോലെ തിരിച്ചു വരാനാണ് സാധ്യത. നിന്റെ അമ്മയെ എനിക്കല്ലേ അറിയൂ എന്ന് പുള്ളി പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ ഞെട്ടി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എടി നിന്റെ അച്ഛനെ തേച്ചിട്ട് അവൾ നോക്കിക്കോ, കറങ്ങി തിരിച്ച് ഇങ്ങോട്ട് വരും. ആ സമയത്ത് ആരും അവളെ സ്വീകരിക്കാതിരുന്നാൽ മതി. അടുത്ത മാമരച്ചില്ല കണ്ട് അവൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് അമ്മായിച്ച ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച് പഴയ പടിയിലാക്കി. വീട് പതുക്കെ അമ്മയെ മറന്നു തുടങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് മാറാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ദുഃഖപുത്രിയായി വീട്ടിലിരിക്കുകയാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യില്ല. ഒരു ദിവസം എൻ്റെ ഭർത്താവ് ചൂടായി. അമ്മ ഇങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്കും മുഖം വീർപ്പിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അമ്മയുടെ ഭർത്താവിനെ കൊണ്ടുപോയത് ഞാനും ഇവളൊന്നും അല്ലല്ലോ. അതിലിപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഉത്തരവാദികളല്ല. അമ്മ സമാധാനിക്കണമെന്ന് പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല, മുഖം കുനിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ശരിയാ ചേട്ടൻ പറഞ്ഞത്. ശരിക്കും ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ഭാര്യയാണ്. അച്ഛൻ്റെ മാറ്റങ്ങൾ അമ്മ നേരത്തെ അറിയണമായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അതുവരെ ഉണ്ടായിരുന്ന മൗനമങ്ങ് വെടിഞ്ഞു. എഴുന്നേറ്റ് നിന്ന് എന്നെ നോക്കി. എന്നിട്ട്, നിന്റെ അച്ഛൻ കാണിച്ച ഓരോ കാര്യത്തിന് നീ എന്നെ കുറ്റം പറയുന്നോടി. അവസാനം ഞാൻ കുറ്റക്കാരിയാണോ? ഇവളെയാണല്ലോ ഞാൻ പെറ്റി വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളവുമായി. എൻ്റെ ഹസ്ബൻഡ് കണ്ണ് കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മാറി. അമ്മ അവിടെ കിടന്ന് എന്നെ ഓരോന്നൊക്കെ പറയുകയാണ്. മൊത്തം എൻ്റെ കുറ്റമാണ് പറഞ്ഞത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത്ര നാളെ മിണ്ടാതിരിക്കല്ലേ, കരഞ്ഞു കൂക വിളിച്ച് പുള്ളിക്കാരുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അങ്ങ് പുറത്തു പോട്ടെ, നീ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് അമ്മയെ വിളിച്ചിട്ട്, അമ്മ ഇന്നലെ ചൂടായത് ശരിയായില്ല, അമ്മ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എത്രയോ വേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്, അമ്മേ ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. അപ്പോൾ മരുമകനും അമ്മായിമ്മയും അങ്ങ് ഒത്തു. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഫോൺ എടുക്കില്ല. അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ലടി, ഞാൻ പോയി അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല, അമ്മയെ ഞാൻ നോക്കിക്കോളാം, നീ വിഷമിക്കണ്ട, അമ്മ മഞ്ഞുരുകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് പറഞ്ഞു. തൽക്കാലം അമ്മയെ ഹസ്ബൻഡ് തന്നെ ഹാൻഡിൽ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അമ്മയെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനും അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ മകനും പിന്നെ ഭർത്താവുമാണ് പോകുന്നത്. ചിലപ്പോഴൊക്കെ ഭർത്താവ് തനിയും പോകും. അമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡാണ് പോകുന്നത്. അതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ അമ്മയെ ഒന്ന് വിളിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അന്ന് അമ്മ പറഞ്ഞു, നിന്നോട് എനിക്കിപ്പം ക്ഷമിക്കാൻ തോന്നുന്നുണ്ട്. എൻ്റെ മരുമകൻ അവൻ നല്ലവനാണ്, അവനുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വഞ്ചനയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഭർത്താവും എല്ലാം പോകും. അമ്മയ്ക്ക് വലിയ സന്തോഷം തന്നെ. അച്ഛൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മയുടെയോ കാര്യമൊന്നും സംസാരിക്കില്ല, അവരെവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാഡം. ഏകദേശം 2 മാസത്തിന് മുമ്പാണ് എൻ്റെ അമ്മായിമ്മ എന്നെ വിളിക്കുന്നത്. ഒരു പുതിയ നമ്പറിൽ നിന്നാണ് വിളിച്ചത്. എനിക്ക് മനസ്സിലായില്ല. എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മായിമ്മയാണെന്ന് മനസ്സിലായത്. കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യമേ അമ്മായിമ്മ പറഞ്ഞത്, എടി കട്ട് ചെയ്യരുത്, ഞാൻ പറഞ്ഞത് നീ കേൾക്കണമെന്നും. എന്താ പറയാനുള്ളത് പറ എന്ന് പറഞ്ഞു. എടി, ഇപ്പോൾ നിന്റെ ഭർത്താവാണല്ലോ അവിടെ അമ്മായിമ്മയ്ക്കില്ല സഹായം എന്ന് കേൾക്കുന്നു, നാട്ടുകാർ മുഴുവനും അതും ഇതുമൊക്കെ പറയുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അല്ല, ഇപ്പം അമ്മായിമ്മയുടെ അടുത്താണ് 24 മണിക്കൂർ മരുമകൻ എന്നാണല്ലോ. അതെ, നിങ്ങൾ കാണിച്ച ഓരോ തോന്നിയാസത്തിന് പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടൻ അമ്മയ്ക്ക് സഹായത്തിന് പോകുന്നത്. അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? അമ്മയുടെ ഭർത്താവിനെയല്ലേ അമ്മ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചു. എടി, ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ മിടുക്ക്. നിൻ്റെ അമ്മയ്ക്ക് ഏതെങ്കിലും മിടുക്കുണ്ടായിരുന്നെങ്കിൽ അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഏതൊരു സ്ഥലത്തു നിന്നും ഉള്ളിടത്തേക്ക് പോകാൻ ആണുങ്ങൾ ആഗ്രഹിക്കൂടി. അതാണ് ആണുങ്ങളുടെ കെമിസ്ട്രി. പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ. നിനക്കും ഒരു പാഠം പഠിക്കാനുള്ള സമയമായി. നിൻ്റെ അമ്മയെ നിൻ്റെ ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചോ, ഉടനെ തന്നെ അവിടെ ഒരു വിസ്ഫോടനം നടക്കുവടി. നീ തന്നെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടുപിടിക്കും. കൈയോടെ പൊക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് അമ്മേ കാക്ക മേലോട്ട് മലന്ന് പറന്നു എന്ന് പറയരുത്. അവസാനം മോള് അവിടെ ഇരുന്ന് വട്ടം വരയ്ക്കേണ്ട ഗതികേട് വരരുത്.
ഭർത്താവിനെ നന്നായി ശ്രദ്ധിച്ചോ, നിന്റെ അമ്മയെയും എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. ഞാൻ പിന്നെയും ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഇവർ പറഞ്ഞത് വിശ്വസിക്കാനേ പറ്റില്ല. ഇവർ കുടുംബം തകർക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും എടുത്തു ചാടി അല്ലെന്നും ഇല്ലെന്നും ഒന്നും വിചാരിക്കരുത്. ആരോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യരുത്. പരമാവധി ശ്രദ്ധിക്കുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, കയ്യോടെ പിടികൂടുക. അതായിരിക്കും നല്ലത്. ശ്രദ്ധിക്കണം, ആരെയാണെങ്കിലും. ഇപ്പോഴത്തെ കാലത്ത് അച്ഛനെയും അമ്മയും ഭർത്താവിനെയും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഭാര്യയെ വിശ്വസിക്കാൻ പറ്റില്ല, മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതിരിക്കരുത്. കാര്യം വിചാരിക്കാത്ത കാര്യമാണ് ഈ വീട്ടിൽ നടന്നത്. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ മൊബൈൽ എടുത്ത് നോക്കി. അസ്വാഭാവികമായിട്ട് ഒന്നും കണ്ടില്ല. പക്ഷേ സംശയം വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അത് നിവർത്തിക്കാൻ തോന്നുമല്ലോ. എനിക്ക് ഇനി ഭർത്താവ് തനിയെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും പുറകെ പോകാൻ ഒരു ആഗ്രഹവും ആകാംക്ഷയും തോന്നി. മോനും ഭർത്താവും കൂടെ പോകുന്ന ദിവസങ്ങളിൽ പ്രശ്നമില്ല. പക്ഷേ തനിയെ പലപ്പോഴും പോകുമ്പോഴേക്കും ഒത്തിരി നേരം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അവിടെ എന്തെങ്കിലും സംശയിക്കാനുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. മാഡം, എൻ്റെ സംശയം ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു വട്ടം ഭർത്താവ് ഇതുപോലെ പോയി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്കൊന്ന് രഹസ്യമായിട്ട് പോയി നോക്കണമെന്ന് എനിക്ക് തോന്നി. മാഡം, ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ, പോകാം. റിസ്ക് എടുത്ത് പോകണം. എനിക്കാണെങ്കിൽ സ്കൂട്ടറൊന്നും ഓടിക്കാൻ അറിയില്ല. ഞാനാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചാണ് പോയത്. മകന് അവിടെയുണ്ട്. പക്ഷേ മകനെ ഞാൻ കൊണ്ടുപോയിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ ആക്കി. അവിടെ ഇരിക്കുന്നത് അവന് ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ആശുപത്രിയിലുണ്ട്, കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. നേരെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെ ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങി. എന്നിട്ട് പമ്മി ഞാൻ നടന്നു. കാര്യം എനിക്കറിയാമല്ലോ വീടിൻ്റെ പുറകുവശത്തൊക്കെ എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന്. ഞാൻ ചെന്നു. മാഡം, ഭർത്താവ് അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അടുക്കള വശത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പാചകം ചെയ്യുകയാണ്. ഭർത്താവ് അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടി. ഇടയ്ക്കിടയ്ക്ക് പോപ്പോയുമുണ്ട്. അപ്പം അമ്മ പറയുകയാണ്, എടാ, അപ്പം നീ എന്നെ ഈ കരിമീൻ പൊള്ളിക്കാൻ സമ്മതിക്കില്ലേ? ഹസ്ബൻഡ് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, അമ്മ കരിമീൻ ഇപ്പോൾ ഒന്ന് പൊള്ളിക്കണ്ട, ആ സമയം നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൂടെ? ഒന്ന് പോടാ. ഞാൻ എന്താ പറഞ്ഞത്? നീ ശ്രദ്ധിക്കണം, ഒന്ന് ഒരു ദിവസം. കാരണം ഭാര്യയുടെ അടുത്ത് പോകുമ്പോഴേക്കും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറേണ്ടതാണ്. ഇവിടെ മോനെ എല്ലാ ഊർജ്ജങ്ങളും നഷ്ടപ്പെടുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സംശയം തുടങ്ങും. പിന്നെ ഞാനെന്തിനാ കരിമീൻ പൊള്ളിക്കുന്നത് നിനക്കറിയാമോ? നീ ഇവിടെ കുറേ നേരം നിന്നല്ലോ, അവൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കരിമീൻ പൊള്ളിക്കുകയായിരുന്നു. അമ്മ മോൾക്ക് സ്നേഹത്തോടുകൂടി കൊടുത്തതാണെന്ന് പറഞ്ഞ് നീ കൊണ്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഓ, അവൾ പാവം അമ്മേ, അവൾക്ക് സംശയമൊന്നുമില്ല. അമ്മ കരിമീൻ പൊള്ളിക്കണ്ട. ഇടാ, മാറി നിന്നേ, ഇല്ലെങ്കിൽ ഞാൻ ഈ കരിമീൻ പൊള്ളിക്കുമേ എന്ന് പറഞ്ഞ് അമ്മയുടെ കുസൃതി കണ്ട് ഞാനും ഞെട്ടിപ്പോയി. എനിക്ക് അത്ര നേരമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അടുക്കള വാതിൽ ചവിട്ടി തുറന്നെന്ന് എനിക്ക് തോന്നുന്നു. അകത്ത് ചെന്ന് ഞാൻ തുള്ളി ഉറഞ്ഞുപോയി. മാഡം, ആദ്യം 2 പേരും അങ്ങനെയൊന്നുമില്ല, സംശയമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അമ്മയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കണക്കായി പോയടി. പകരത്തിന് പകരം അത്രയേ ഉള്ളൂ. അവൻ്റെ അമ്മ എനിക്കൊരു കൂട്ടില്ലാതാക്കി. എനിക്കതിന് പകരം അവൻ്റെ സ്നേഹവും കിട്ടി. നടന്നെങ്കിൽ നടക്ക്, എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അത്രയും നേരം ഡിഫൻസിലായിരുന്ന ഭർത്താവും ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ നിന്നു. സത്യം പറഞ്ഞാൽ പരാജിതയായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം എങ്ങോട്ട് പോകണമെന്ന് ഒത്തിരി നാളായിട്ട് ഞാൻ ആലോചിക്കുന്നു. അമ്മയോട് ഭർത്താവിനോട് പറയുമ്പോഴേക്കും ഈ ബന്ധം അംഗീകരിക്കാമെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്നാണ്. അമ്മായച്ചോട് പറഞ്ഞപ്പോൾ അമ്മായച്ചൻ പറഞ്ഞു, ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം മോളെ? നീ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിൽക്കും. നിനക്ക് ഇവൻ്റെ കൂടെ സഹിച്ച് നിൽക്കാമെങ്കിൽ നിൽക്കൂ, ഇല്ലെങ്കിൽ സ്വതന്ത്രമായി പോയി ജീവിക്കൂ എന്നാണ് പറഞ്ഞത്. എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തത് കൊണ്ട് ഇവരെ അനുസരിച്ച് നിന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. എന്നാലും അതൊരു ജീവിതമാണോ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഭിമാനമുള്ളൊരു പെണ്ണിനോട് സഹിച്ച് അവിടെ നിൽക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ പണമില്ല, ഒരു ജോലിയില്ല, അതൊക്കെ കണ്ടുപിടിക്കാൻ കുറേ കാലമെടുക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യുക, ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതം കണ്ടെത്തുക. എന്നിട്ട് അവിടെ മാറി സ്വതന്ത്രമായിട്ട് ജീവിക്കുക. അത് നല്ല കാര്യമായിരിക്കും. അവരോട് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറച്ച് സമാധാനം വേണം. കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. കാര്യം ഒരു ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ കുറേ കാലമെടുക്കും. ആ സമയത്ത് നിങ്ങൾ അവരവരുടെ പാട്ടിന് വിടുക. അല്ലെങ്കിൽ ശ്രമിക്കുക, ഭർത്താവിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു കൗൺസിലിങ്ങിനെ മറ്റോ കൊണ്ടുപോവുക. ഈ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് മാറ്റുക. ഇതിനൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം
തൽക്കാലം കൂടി അവിടെ അമ്മായപ്പൻ്റെ സപ്പോർട്ടിൽ നിൽക്കാൻ ശ്രമിക്കുക. ഭദ്രമായ ഒരു അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു താമസിക്കാൻ ഇടം കിട്ടുമ്പോഴേക്കും അവിടുന്ന് മാറുക. നിൽക്കണം ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ കാണുമായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് വലിയ മനസ്സാണ്. അങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരിക്കലും ഉപദേശിക്കാൻ പറ്റില്ല. പക്ഷെ അത് നല്ല രീതിയാണെന്ന് പറയാനും പറ്റില്ല. പക്ഷേ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിനെ ഓവർകം ചെയ്ത് ജീവിക്കണമെങ്കിൽ ഭയങ്കരമായൊരു ശക്തി മനസ്സിൽ വേണം. അല്ലാതെ നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിനെ ശക്തിപ്പെടുത്തുക. കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി നോക്കുക. മനുഷ്യരല്ലേ തെറ്റ് പറ്റാം. ക്ഷമിക്കാനുള്ള മനസ്സുണ്ട്. അവർ തിരുത്തുവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.